നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് ഒരുപാട് പേരാണ് രംഗത്തുള്ളത്. ആർക്കാണ് ഒരു മുഖ്യമന്ത്രി സാധ്യത ഒരു ഭരണത്തിൽ വരികയാണെങ്കിൽ? ആദ്യം UDF അധികാരത്തിൽ വരണം, അവര് ജയിക്കണം, അതിനുള്ള ഭൂരിപക്ഷം അവർക്ക് കിട്ടണം. ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കത് കിട്ടാൻ സാധ്യതയുള്ള കുറവാണ്. കാരണം വോട്ട് ശതമാനം കുറവാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ ജയിച്ചതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ ജയിക്കണമെന്നില്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റുകളൊക്കെ കോൺഗ്രസിന്റെ സീറ്റുകളാണ്. അവര് കാലാകാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളുടെ കോട്ട തന്നെയാണ് ഇത് എന്ന് വിചാരിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് പോലെ വരുന്ന 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ സ്വാധീനം ചെലുത്തണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ അവർക്ക് വോട്ട് ഷെയർ കിട്ടണമെന്നോ പറയാൻ പറ്റില്ല. നമുക്ക് കാണേണ്ട ഒരു കാര്യം, അവർക്ക് മത്സരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കാര്യത്തെക്കാൾ അവരിൽ ആരാണ് മുഖ്യമന്ത്രിയാവും എന്നുള്ള ഒരു ചർച്ചയും ആ ഒരു ശ്രമവുമാണ് പല നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ഭാഗത്ത്, K മുരളീധരൻ, അദ്ദേഹം ഈ ആഗ്രഹവുമായി നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അതിനേക്കാളും കൂടുതൽ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ജീവിതത്തിൽ ഒരു അഭിലാഷമാണ് എങ്ങനെയെങ്കിലും ആ മുഖ്യമന്ത്രി കസേരയിൽ ഒന്നിരിക്കണമെന്ന്. മാത്രമല്ല KC വേണുഗോപാൽ, അദ്ദേഹം അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. നേതാക്കന്മാരെ തമ്മിൽ അടുപ്പിക്കുന്നതും അത് കോംപ്രമൈസ് ചെയ്യിക്കുന്നതും അതിന് ഇടനില നിൽക്കുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ ചില ഗുമുക്ക് പണികളാണ്. അങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെയാണ് പല നേതാക്കന്മാരും പറയുന്നത്. കാരണം ഈ 1 ഡസൻ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മുഖ്യമന്ത്രി ആയാൽ മതി, ആർക്കും മന്ത്രി ആവണ്ട. ഇവരൊക്കെ ജയിച്ചിട്ട് വേണ്ടേ മന്ത്രി ആവാനും മുഖ്യമന്ത്രി ആവാനും ഒക്കെ. ഇന്ന് UDFന് സുരക്ഷിതമായ അല്ലെങ്കിൽ കോൺഗ്രസിന് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന സുരക്ഷിത മണ്ഡലങ്ങൾ എത്രയുണ്ട്? ഈ സംസ്ഥാനത്ത് 150 മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? തിരുവനന്തപുരം ഉൾപ്പെടെ ഇപ്പോ ഇവിടെ കേരളത്തില് 140 മണ്ഡലങ്ങളിൽ 72 മിനിമം 71 വേണം. പിന്നെ അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഭരിക്കാൻ പറ്റൂ. തൂക്കമന്ത്രിസഭ വന്നാൽ 2011 മന്ത്രിസഭ പോലെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. ഈ അടുത്ത സമയത്ത് വന്ന തൂക്കമന്ത്രിസഭ 2011 ഉമ്മൻചാണ്ടി സർക്കാരാണ്. ആ സർക്കാരിലെ വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ചിലരെയൊക്കെ രാജിവെപ്പിച്ച് വീണ്ടും മത്സരിപ്പിച്ചു. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ലിസ്റ്റിലേക്ക് സുധാകരന്റെ പേര് വന്നിട്ടില്ലായിരുന്നു. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. സുധാകരനും ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ആർക്കാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹമില്ലാത്ത ഒരാളുടെ പേര് പറയാം. ഞാൻ മുഖ്യമന്ത്രി ആകുന്നില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരാളുടെ പേര് പറയാം. കോൺഗ്രസിൽ ആരുടെയെങ്കിലും പേര് ഇങ്ങനെ പറയാനുണ്ടോ? CPM-ലോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലോ അങ്ങനെ പറഞ്ഞേക്കാം. അത് CPM-ലോ CPI ഒന്നും ആവത്തില്ല. CPM-ൽ ചിലപ്പോൾ മുഖ്യമന്ത്രി ആകണ്ട എന്നും പറഞ്ഞ്, അത് പാർട്ടി സംവിധാനം അങ്ങനെയാണ്. അതുപോലെയല്ല കോൺഗ്രസ്. എനിക്കും കിട്ടണം പണം. രാഹുൽ മാങ്കൂട്ടത്തിന് അടക്കം പറഞ്ഞ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇങ്ങേറ്റം ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടം, ഏറ്റവും ലാസ്റ്റ് MLA ആയതാണ് രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടത്തിന് വരെ നാളെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. ഇതില് ആരാകും എന്നുള്ളത് ഒരു ചക്കളത്തി പോരാട്ടം തന്നെയാണ്. ഇന്ന് സുകുമാരൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മുഖ്യമന്ത്രി ആകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നതിനകത്ത് അദ്ദേഹത്തിന് പെരുത്ത താല്പര്യമാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. പക്ഷെ ഘടകകക്ഷികൾ അതിന് തയ്യാറാവണ്ടേ? എത്ര ഘടകകക്ഷികൾ തയ്യാറാവും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ?
സംശയമാണ്. പിന്നെ എല്ലാവരും തൻപിടുത്തം ആ കാര്യത്തിൽ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുവാ അയോഗ്യത അദ്ദേഹത്തിനായിക്കൂടെ? പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്തെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ചതാണ്. 100 മാർക്ക് കൊടുക്കാം. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശൻ സമ്പൂർണ്ണ വിജയം തന്നെയാണ്. കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുകയും ആളുകളെയൊക്കെ ഘടകകക്ഷികളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും ഒക്കെ അദ്ദേഹം മിടുക്കനാണ്. അതുപോലെയല്ല രമേശ് ചെന്നിത്തലയൊക്കെ. പഴയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കുപ്പായം ഇടാൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി. ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലും താഴെ ഇറക്കി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കളികൾ കളിച്ചു. അതിൻ്റെയൊക്കെ ചില കുതന്ത്രങ്ങളുടെ വോയിസ് ക്ലിപ്പുകൾ നമ്മൾ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിരുന്നു. എന്തിനേറെ KM മാണിയെ പോലും വലിച്ചു താഴെയിടാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പിന്നെ KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞാൽ ഈ തർക്കങ്ങളും വഴക്കുകളും എല്ലാം ഉണ്ടായി ഒരു കോംപ്രമൈസ്ഡ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഒടുവിൽ AICC നേതൃത്വം അദ്ദേഹത്തെ നൂലിൽ കെട്ടിയിറക്കാനാണ് സാധ്യത. അതാണ് അവസാനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. KC വേണുഗോപാൽ ഇതിനുവേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരാളാണ്. ഇവിടെ മുരളീധരന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുരളീധരൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മന്ത്രിയായിട്ടൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട, മുഖ്യമന്ത്രിയായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. മന്ത്രിയായിട്ടൊന്നും ഞാൻ ഇനി ഒരു ചുമതല വഹിക്കുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ടല്ലോ. ഒരു മന്ത്രിയായിരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റ് രാജിവെച്ച ചരിത്രം, അത് ആ ബഹുമതി K മുരളീധരന് മാത്രമാണ്, അദ്ദേഹത്തിന് സ്വന്തമാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹത്തെ മന്ത്രിയാക്കി. ആ മന്ത്രിയായിരുന്നുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, ഉപതെരഞ്ഞെടുപ്പിനെ. പക്ഷെ അദ്ദേഹം അതിൽ ജയിച്ചില്ല. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇതൊക്കെ പഴയ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ആഗ്രഹവും ചെറുതല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓരോ ആളുകൾക്കും അവർക്ക് ഇനി മുഖ്യമന്ത്രി ആയാൽ മതി, മന്ത്രി ഒന്നും ആകണ്ട. എന്തുവന്നാലും കടുത്ത പോരാട്ടം എന്നത് രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്ന 3 പേരുകളിലേക്ക് തന്നെ. ഇവരിൽ എല്ലാവർക്കും മുഖ്യമന്ത്രി ആകണം. അത് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുടമലിയും തൻപിടുത്തവും ഒക്കെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.